ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദി മല്ലു ബാങ്കർ. അപ്പോൾ ഇന്ന് നമ്മൾ SBI ക്ലർക്ക് മെയിൻസിന് വേണ്ടിയിട്ടുള്ള GA സ്ട്രാറ്റജിയാണ് പറയുന്നത്. SBI മെയിൻസിന് വേണ്ടിയിട്ടുള്ള എക്സാം ഡേറ്റ്സ് ഔട്ടായിട്ടുണ്ട്. 21 നവംബറാണ് എക്സാം ഡേറ്റ്സ് വന്നിട്ടുള്ളത്. സോ നമ്മൾ ഇപ്പോൾ ഉള്ളത് 10th നവംബറിലാണുള്ളത്. ഓൾമോസ്റ്റ് 10 ഡേയ്സ് ആണ് എക്സാമിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് ആയിട്ടുള്ളത്. ഈ ഒരു 10 ഡേയ്സിൽ എങ്ങനെ എഫക്റ്റീവായിട്ട് GA പഠിക്കാം, ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത്, ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് മന്ത്സ് ആണ് നോക്കാനുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എനിക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ ഞാൻ ധാരാളം ഫ്രീ കണ്ടൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ടെലിഗ്രാം ഒന്ന് ജസ്റ്റ് ജോയിൻ ചെയ്യുക. അത് നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ GA എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ലാസ്റ്റ് 6 months GA ആണ് മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടത് എന്ന് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ബട്ട് ആ ഒരു കാര്യം നടന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക, ലാസ്റ്റ് 4 months GA എങ്കിലും എന്ത് ചെയ്യണം, കവർ ചെയ്തിരിക്കണം. കഴിഞ്ഞ SBI മെയിൻസിനൊക്കെ ആ ഒരു കോൺസിക്യൂട്ടീവ് നമ്മളുടെ ആ എക്സാം നടക്കുന്ന മാസത്തിൻ്റെ തൊട്ട് തലേ മാസത്തിൽ നിന്നും അതിൻ്റെ ആ ഒരു കോൺസിക്യൂട്ടീവ് 3 മാസങ്ങളിൽ നിന്നുമായിരുന്നു ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നവംബറിലാണ് അല്ലേ. നവംബർ മന്ത് ഫസ്റ്റ് വീക്ക് വരെ നോക്കണം. നവംബർ ഫസ്റ്റ് വീക്ക് വരെ നോക്കണം. അതല്ലാണ്ട് നോക്കേണ്ട മാസങ്ങൾ എന്ന് പറയുന്നത് ഒക്ടോബർ, സെപ്റ്റംബർ, ഓഗസ്റ്റ്, ദെൻ ജൂലൈ. ഇത്രയും മാസങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, പിന്നെ നവംബർ ഫസ്റ്റ് വീക്കും. ഇത്രയും മാസങ്ങൾ മാൻഡേറ്ററി ആയിട്ട് നോക്കിയിരിക്കണം. നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ മന്ത്സ് എന്ന് പറയുന്നത് ഇതാണ്. ബട്ട് എന്നാൽ കൂടിയും നമുക്ക് SBI എന്നല്ല ഏതൊരു ബാങ്ക് എക്സാം ആണെങ്കിലും ഇപ്പോഴത്തെ GA എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. ഏത് കറണ്ട് അഫയേഴ്സ് ആണോ കൂടുതൽ ചോദിക്കുന്നത്, അതോ സ്റ്റാറ്റിക് ബാങ്കിങ് ആണോ, അതോ സ്റ്റാറ്റിക് കറണ്ട് അഫയേഴ്സ് ആണോ, ഏതാണ് കൂടുതൽ ചോദിക്കുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് എന്നിരുന്നാൽ കൂടിയും ഇത്രയും മാസങ്ങളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്ന് ഞാൻ പറഞ്ഞുതരാം. ആ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 10 ഡേയ്സിനുള്ളിൽ അത്യാവശ്യം സ്കോർ മേടിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ SBI ആയതുകൊണ്ട് തന്നെ സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല. അതുകൊണ്ട് ജസ്റ്റ് ഒരു ആവറേജ് മാർക്സ് സ്കോർ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള സബ്ജക്ട്സ് ആയിട്ടുള്ള റീസണിങ്ങിനും ഇംഗ്ലീഷിനൊക്കെ കുറേ കൂടി സ്കോർ ചെയ്യുകയാണെങ്കിൽ കട്ട് ഓഫ് മേ ബി ക്ലിയർ ചെയ്യാനുള്ള ഒരു ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഇത്രയും മാസങ്ങളിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ബാങ്കിങ് അവെയർനെസ് മീൻസ് ബാങ്കിങ് ഇൻ ന്യൂസ് എന്ന് പറഞ്ഞ് നമ്മൾക്ക് വരുമല്ലോ. ആ ഒരു ബാങ്കിങ് ന്യൂസസ് പഠിക്കണം. അതുപോലെ തന്നെ SBI ഇൻ ന്യൂസ് വരും. അതുപോലെ RBI ഇൻ ന്യൂസ്. അങ്ങനെയുള്ള ബാങ്കിങ് റിലേറ്റഡ് കണ്ടൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഇത്രയും മാസങ്ങളിൽ ആദ്യം എന്ത് ചെയ്യുക, ബാങ്കിങ് റിലേറ്റഡ് കണ്ടൻസ് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നാഷണൽ ന്യൂസ് പഠിക്കുക. ദെൻ ഇൻ്റർനാഷണൽ ന്യൂസസ് പഠിക്കുക. ബാങ്കിങ് ന്യൂസ്, നാഷണൽ ന്യൂസ്, ഇൻ്റർനാഷണൽ ന്യൂസ്, ഇത്രയും ഒക്കെ ആകുമ്പോൾ തന്നെ ഒരു ഏകദേശ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ലാസ്റ്റ് ഇയറിലെയൊക്കെ ആ ഒരു കട്ട് ഓഫ് മീൻസ് ആ ഒരു എക്സാമിൻ്റെ ആ ഒരു പാറ്റേൺ ട്രെൻഡൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇത് ഒരു GA ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു വെയിറ്റേജ് എങ്ങനെയുള്ളതെന്ന് കാണിക്കുന്ന ഒരു ചാർട്ടാണ്. ഇതിൽ നാഷണൽ അഫയേഴ്സിനായിരുന്നു 32% ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ദെൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, ദെൻ ഇൻ്റർനാഷണൽ അഫയേഴ്സ്, ദെൻ സ്റ്റാറ്റിക് ബാങ്കിങ് അതൊക്കെ 7% വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. സ്റ്റാറ്റിക് GK ഒക്കെ ഒരു 5% വെച്ച് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെയെന്ന് പറയുന്നത് സ്റ്റാറ്റിക് GK ഒക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് തന്നെയുള്ള അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിക് പാർട്സ് ആണ്. അല്ലാണ്ട് വേറെ അത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദെൻ അതുപോലെ നോക്കുക, ഈ MOUസും അതുപോലെ തന്നെ ബുക്സ് ആൻഡ് ഓതേഴ്സും ഇതൊക്കെ നെഗ്ലിജിബിളായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്താൽ പോലും കുഴപ്പമില്ല. ഇപ്പോൾ ഉള്ള ടൈമിൽ ഒത്തിരി വലിച്ചു വാരി പഠിക്കാതെ എന്താണോ പഠിക്കുന്നത് ആ പഠിക്കുന്നതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് നാഷണൽ അഫയേഴ്സും അതുപോലെ തന്നെ ബാങ്കിങ് ആൻഡ് ഫിനാൻസും ഇൻ്റർനാഷണൽ അഫയേഴ്സ് ഈ 3 കാര്യങ്ങളെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ തറവായിട്ട് ഈ ഒരു 4 മാസത്തിൽ പഠിച്ചു വെക്കുക. അത്രയും ചെയ്യുമ്പോൾ തന്നെ എന്താകും, നമുക്ക് അത്യാവശ്യം ഒരു ആ ഒരു മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും.
ഇപ്പോൾ അഫയേഴ്സ് ക്ലൗഡിലാണെങ്കിൽ പോലും ഈ ഒരു നമുക്ക് വേണ്ടിയിട്ടുള്ള എക്സാം PDF ഒക്കെ അവൈലബിൾ ആണ്. സോ അഫയേഴ്സ് ക്ലൗഡ് ഇപ്പോൾ ഒത്തിരി ഫീച്ചേഴ്സ് അവരുടെ ആപ്പ് നോക്കുവാണെങ്കിൽ കുറേ ഫീച്ചേഴ്സ് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ ആപ്പ് എന്ന് പറയുന്നത്. ഞാൻ ഫോണിൽ കാണിക്കുന്നതുകൊണ്ടാണ് ആപ്പ് കാണിക്കുന്നത്. സോ ഇവിടെ തന്നെ നമ്മൾക്ക് ഈ ഒരു SBA ക്ലർക്ക് മെയിൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ആ ഒരു എക്സാം PDF അവൈലബിൾ ആണ്. ഈ എക്സാം PDF എന്ന് പറയുന്നത് SBA ക്ലർക്ക് മാത്രമല്ല, IBPS ക്ലർക്ക് ആണെങ്കിലും ഏത് മെയിൻസിനാണെങ്കിലും വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതിൽ നമ്മൾക്ക് മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള എല്ലാ ന്യൂസസും കൺസൈസ് ഫോമിൽ കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിൽ തന്നെ നോക്കുക, ബാങ്കിങ് ആൻഡ് ഫിനാൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നാഷണൽ അഫയേഴ്സ്, അതായത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തേക്കുന്നത്. അതും നല്ല ടാബുലാർ ടൈപ്പിൽ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ഈ ഒരു PDF ഒക്കെ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പാവും. ദെൻ ഇപ്പോൾ നമ്മൾ ഈ ഒരു കരിയേഴ്സ് ക്ലൗഡിന് ഈ ഒറ്റയൊരു പർച്ചേസിങ്ങിലൂടെ തന്നെ 30+ ആഡ് ഓൺ കോഴ്സസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിൽ തന്നെ ഏറ്റവും എനിക്ക് യൂസ്ഫുൾ ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ് ഈ ഡെയിലി ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസ്. അത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ദെൻ ഈ ഒരു ക്രാക്ക് കറണ്ട് അഫയേഴ്സ് കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്വിസസ് കിട്ടും. ഇപ്പോൾ PDF ഒക്കെ ധാരാളമായിട്ട് നമുക്ക് എല്ലാ സൈറ്റുകളിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ ടെലിഗ്രാം ചാനൽസിൽ നിന്നും ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ബട്ട് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്ന ക്വിസസ് ആണ്. ആ ഒരു ക്വിസസ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഡെയിലി ബേസിസിലാണെങ്കിൽ പോലും ഡെയിലി ബേസിസിൽ ചെയ്യുന്നത് ചെറിയ ക്വിസസ് കാണും, അതായത് 1 ലൈനർ ഫോമിലുള്ള ക്വിസസും കാണും. അതല്ലാണ്ട് നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വിസസും അവൈലബിൾ ആണ്. സോ ആ ഒരു ക്വിസസ് ആണെങ്കിൽ പോലും ഇപ്പോൾ വീക്ക്ലി പഠിച്ചിട്ട് ദെൻ ഡെയിലി ബേസിസിലുള്ള ക്വിസസ് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്ക് ഒന്നും പഠിച്ചില്ലാഞ്ഞ ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുള്ളത് ഈ ഒരു കരിയേഴ്സ് ക്ലൗഡിൻ്റെ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്തുകൊണ്ടാണ്. നമുക്ക് പോക്കറ്റ് PDF അവൈലബിൾ ആണ്, അതുപോലെ തന്നെ സ്റ്റാറ്റിക് GKs അവൈലബിൾ ആണ്. എല്ലാം അവൈലബിൾ ആണ്. വീക്ക്ലി PDF കിട്ടും, അതിൻ്റെ തന്നെ ക്വിസസും കിട്ടും. ദെൻ ഡെയിലി ആണെങ്കിൽ പോലും നമ്മൾക്ക് ഇൻഡെപ്ത് ക്വിസും കിട്ടും, അതല്ലാണ്ട് ജസ്റ്റ് ഉള്ള ക്വിസസും കിട്ടും. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ടെലിഗ്രാം ചാനൽസ് നിന്ന് ഫ്രീ കണ്ടൻസ് മാത്രം യൂസ് ചെയ്യാതെ ഇങ്ങനെയുള്ള ക്വിസ് ഫോമാറ്റും കൂടെ ഉള്ള ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ ഇപ്പോൾ അവർക്കൊരു ഓഫർ നടക്കുന്നുണ്ട്. ഈ ഒരു നവംബർ 5 to 11 ആയിരുന്നു. ബട്ട് അതെനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കുറച്ച് താമസം വന്നു. ഞാൻ ഇടയ്ക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയി, അങ്ങനെ കുറച്ച് ടൈം ഗ്യാപ്പ് വന്നു. സോ ഇപ്പോൾ നിങ്ങൾ ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണ്, അതായത് എൻ്റെ കോഡായിട്ടുള്ള TMB10 യൂസ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 70% ഓഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ അവരുടെ ആ ഒരു ആനിവേഴ്സറി സെയിൽ നടക്കുവാണ്. സോ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ്. നിങ്ങൾക്ക് 1 ഇയർ അതിന് വാലിഡിറ്റി കിട്ടും. സാധാരണ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 6 months ഒക്കെയാണ് സാധാരണ വേറെ ആപ്സൊക്കെ ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. ബട്ട് അതിൽ നിന്നും ഇത് എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു 1 ഇയർ വാലിഡിറ്റി ഫുള്ള് കിട്ടും. അതുപോലെ തന്നെ ക്വിസസും എല്ലാം കിട്ടും. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഞാൻ എൻ്റെ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ ഉടനീളം ഈ ഒരു ആപ്പ് തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.